ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്ന് പറവൂർ വരെ പോവാം കേട്ടോ. നമ്മുടെ കുഞ്ഞോളത്ത് നിന്ന് ഗൾഫിന് പോവാം. അപ്പോൾ അവരെ എയർപോർട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി കാർ എടുക്കാൻ പോണതാണ്. അപ്പോൾ എൻ്റെ ഈ കടയിൽ എൻ്റെ അളിയൻ്റെ കയ്യിൽ കാറുണ്ട്, അപ്പോൾ എടുക്കാൻ പോകണം. അപ്പോൾ ഞാനും എൻ്റെ ഇളയമാടെ പയ്യനുണ്ട്, അപ്പോൾ അവനെ പോയി വിളിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഗായ്സ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ആലുവ ബസ് സ്റ്റാൻഡിലാണ്. കുറേ നാൾക്ക് ശേഷം കേട്ടോ ബസ്സിൽ യാത്രയാണ്. അപ്പോൾ വണ്ടിയുള്ളത് അങ്ങനെ ബസ്സിൽ പോകാറൊന്നുമില്ല. അപ്പോൾ കാർ എടുക്കാൻ പോകുന്നതുകൊണ്ടാണ് ബസ്സിൽ പോകണം. അല്ല, നമ്മൾ കുറേ കാലമായി ബസ്സിലൊക്കെ പോയിട്ട്. അപ്പോൾ പിന്നെ നെല്ലിക്കുഴിയിൽ നിന്ന് ഇവനെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അതിന് ബസ് വന്നു. അപ്പോൾ ഓടി എൻ്റെ അത് കയറി പോകുന്നതാണ്. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ബസ്സിൽ തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ ആലുവ എത്തി. ഇനി ഇപ്പോൾ പറവൂർ ബസ്സിൽ കയറിയിരിക്കുക. ഇനി അവിടെ പോയിട്ട് വണ്ടി എടുത്തുകൊണ്ട് തിരിച്ചു പോകണം. അപ്പോൾ കാറൊക്കെ കിട്ടി. നമ്മളിനി തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകാട്ടോ. അപ്പോൾ വണ്ടി എടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചായ പിടിക്കാൻ കയറിയതാണ്. രാവിലെ 5:30 ഇറങ്ങിയതാണ് വീട്ടിൽ. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാനുണ്ട് അവനുണ്ട് കൂടെ. അപ്പോൾ ചായ പിടിച്ചിട്ട് കാണാം. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാട്ടോ. വണ്ടി വീട്ടിൽ തന്നെ അവരെ ഇറക്കി വിട്ട് നമ്മളിനി പോകാട്ടെ. അങ്ങനെ കുളിച്ചൊരു ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. വീട്ടിൽ കൊച്ചിന് ഇന്നലെ പോയി ഭയങ്കര പനിയാണ്. വീട്ടിൽ കൊച്ചിനും പനിയാണ്, ഉമ്മാക്കും പനിയാണ്, അനിയനും പനിയാണ്, എല്ലാവർക്കും പനിയാണ്. പക്ഷേ കൊച്ചിൻ്റെ കാര്യമായതുകൊണ്ട് നമ്മൾ ഇന്നലെ കാണിച്ച കാര്യം പിന്നെ ഒട്ടും കുറവില്ല. അപ്പോൾ ഒന്നുകൂടി വന്നേക്കുക. ഇന്ന് പിന്നെ വെള്ളിയാഴ്ചയും കൂടി നമുക്ക് പള്ളിയിൽ പോകണം. അതായത് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നേക്കണം. അപ്പോൾ താമസമാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പള്ളിയിൽ പോകണം. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം എയർപോർട്ടിൽ പോകണം. ഇന്ന് മൊത്തം ഓട്ടം. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കുക. അപ്പോൾ ഭയങ്കര തിരക്കാണ് ഹോസ്പിറ്റലിൽ. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ. അപ്പോൾ ഞാൻ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. വണ്ടി നമ്മൾ അവിടെ ഇട്ടിട്ടാണ് പറഞ്ഞത്. കാരണം അതൊന്ന് ഭയങ്കര തിരക്ക് ഹോസ്പിറ്റലിൽ. പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ തന്നെ തിരിച്ചെടുക്കുമ്പോൾ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നടന്നു വിചാരിച്ചു. അങ്ങനെ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഇനി നമ്മൾ ഇന്ന് കുഞ്ഞോളത്ത് ഗൾഫിൽ പോകുന്ന ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഉച്ചയ്ക്ക് അവിടെ എല്ലാവർക്കും ഫുഡ്, കുടുംബക്കാർക്ക് എല്ലാവർക്കും അവിടെ പോയി. അപ്പോൾ വീട്ടിലെല്ലാവർക്കും പനിയുണ്ടായാലും പോകില്ല. അപ്പോൾ എൻ്റെ അത് ചോറ് എടുക്കാൻ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ എടുക്കുന്നത് തിരക്ക്. ഇതുവരെ കണ്ടിട്ടില്ല ഡോക്ടറിനെ. അപ്പോൾ ഞാൻ പോയി അത് എടുത്തിട്ട് അതാണ് വെച്ചിട്ട് പോകണം. അപ്പോൾ പോയിട്ട് വന്നിട്ട് കാണാം. നമ്മൾ ഫുഡൊക്കെ എടുത്തിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആശുപത്രിയിൽ പോയി അവരെ എല്ലാം ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. ഇനി അവരെയും കൂട്ടി വീട്ടിൽ പോകണം. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ പിന്നെയും ഇവിടെ വരണം, മൂത്തുമാട്ട് വരണം. എന്നിട്ട് വേണം കുഞ്ഞോളത്താനെ കൊണ്ട് എയർപോർട്ടിൽ പോകാൻ. അപ്പോൾ ശരി, അപ്പോൾ കാണാം. പിന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ വീട്ടിലേക്ക് വന്നു. പിന്നെ കൊച്ചിൻ്റെ ചൂടിറക്കുക ഇതാക്കാൻ വേണ്ടി തെർമോമീറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോകണം, ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടിക്ക് പോകാൻ. അപ്പോൾ ശരി. ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. കുഞ്ഞോളത്താൽ ഇവിടെ നടന്നിട്ട് ഫുഡ് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നെയ്ച്ചോറും ബീഫായിരുന്നു, അത് കഴിച്ചു. ഇനിയിപ്പോൾ കുളിക്കണം, ഡ്രസ്സ് മാറണം. എന്നിട്ട് നേരെ കുഞ്ഞോളത്താലെ വീട്ടിൽ പോയി അവരെ എടുത്തുകൊണ്ട് എയർപോർട്ടിലേക്ക് പോകണം. അപ്പോൾ ഞാൻ കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് വരാം. അല്ലേ, അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടോ. ഞാൻ കുളിച്ചൊരുങ്ങിയപ്പോൾ അതിനും അവർ വിളിച്ചു, ഞാൻ ചെല്ലാൻ പറഞ്ഞേ. അപ്പോൾ സമയം ഒരുപാട് വൈകിപ്പോയി. ഞാൻ പിന്നെ നേരെ പോകുന്നു. വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ അത് അവരെ ഇറക്കി വിട്ട് ഞാൻ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇനി അവരുടെ അടുത്തോട്ട് പോകണം. അങ്ങനെ അവരെ എയർപോർട്ടിൽ ഇറക്കി വിട്ടു. അപ്പോൾ മൂത്തുമാനൊക്കെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നതാണ്. നമുക്ക് തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ശരി. അങ്ങനെ ഫുഡോടെയും കഴിഞ്ഞു. എല്ലാവരെയും അവരവരുടെ വീട്ടിൽ കൊണ്ടുപോട്ടു. ഇപ്പോൾ തിരിച്ച് വീട്ടിൽ ഇപ്പോൾ 10:45 വന്നപ്പോൾ. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് നെല്ലിക്കുഴി നമ്മൾ രാവിലെ ബൈക്ക് വെച്ചിട്ടല്ല പോയത്. ഞാൻ ബൈക്ക് എടുക്കാൻ പോകണം. അപ്പോൾ അതൊക്കെ എടുത്ത് വന്നിട്ട് കാണാം. അപ്പോൾ ഇന്നലെ ബൈക്കൊക്കെ എടുത്തു വന്നപ്പോൾ 12 മണി 12:30 കഴിഞ്ഞു. പിന്നെ പറ്റില്ലാതെ അപ്പം തന്നെ കിടന്നുറങ്ങി ഞാൻ ഇന്നലെ. അതുകൊണ്ട് ഇന്നലെ വീഡിയോ നടക്കാൻ പറ്റിയില്ല. അപ്പോൾ വർക്ക്ഷോപ്പിലുള്ള ഇപ്പോൾ ഇന്നലെ നമ്മൾ രാവിലെ 4:30 എണീറ്റാണ് വണ്ടി എടുക്കാൻ പോകാനുള്ളതുകൊണ്ടേ. 4:30 എണീറ്റ് പിന്നെ ടയർഡായിട്ട് പിന്നെ കിടന്നുറങ്ങിപ്പോയി. അതാ വീഡിയോ എടുക്കായിരുന്നു. ഇപ്പോൾ രാവിലെ ഇന്ന് രാവിലെ എണീറ്റപ്പോഴും താമസിച്ചേ. അപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റില്ല. നേരെ വർക്ക്ഷോപ്പിലേക്ക് വന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണിയായി വീഡിയോ എടുക്കുമ്പോൾ. വർക്ക്ഷോപ്പിൽ വന്ന് വിളിച്ചിട്ട് തിരക്കായിരുന്നു. ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ വേണ്ടി സമയം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.